PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ഈ ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ PSC മെമ്പർമാരെ ജയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂരിപ്പിക്കുന്ന പ്രശ്നമില്ല. ഉള്ളു പറയേണ്ടത് ഉള്ളു പറയും, പുറത്തു പറയേണ്ടത് പുറത്തും പറയും. PSC അംഗത്വം പണം വാങ്ങി വിൽക്കുന്നുവെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പാർട്ടി പരിശോധിക്കുമെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. അതേസമയം UDF-ഉം BJP-യും കുന്തമുന കൂർപ്പിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേർക്കാണ്. തന്നെ തുടർച്ചയായി നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് റിയാസ് ആരോപിക്കുന്നു. JDS-ന്റെ PSC അംഗത്വം കച്ചവടത്തിന് വെച്ചിരിക്കുകയാണെന്ന ചർച്ചയും ഉയരുന്നുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പാർട്ടി പരിശോധിച്ചാൽ മതിയോ? PSC കോഴ ഒതുക്കി തീർക്കുമോ? കോഴ തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമോ? റിയാസിനെ വ്യക്തിഹത്യ ചെയ്യുന്നു. ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ് CPM സഹയാത്രികൻ, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ, ശ്രീ S സുരേഷ് BJP, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ റെജി ലൂക്കോസ്. വളരെ ഗുരുതരമായ ഒരാരോപണമാണ് CPM-ന്റെ കോഴിക്കോട് ഏരിയ നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. PSC അംഗത്വത്തിന് PSC മെമ്പറാക്കാൻ 60 ലക്ഷം രൂപ ചോദിച്ചു. അതിൽ 22 ലക്ഷം കൊടുത്തു. കാത്തിരുന്നിട്ടും PSC അംഗത്വം കിട്ടാത്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. അപ്പോൾ ഈ വിഷയം ഗുരുതര സ്വഭാവമുള്ള, കോഴ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്നിരിക്കെ ഉടനെ ഇത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനിച്ച് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നിയമത്തിലേക്ക് കാര്യങ്ങൾ വിടണ്ടേ? ഇതിലൊരു അഴിമതിയുടെ ആംഗിൾ ഉണ്ടല്ലോ. അല്ല അഭിലാഷേ, ഇതിൻ്റെ ഈ ആരോപണങ്ങളുടെ കുന്തമുന നീട്ടാൻ ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ അടുത്തേക്കാണ്. അതേ എന്ന് പറഞ്ഞൊരു മറുപടിയിലൂടെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം എന്താ പറഞ്ഞേ? ഇതെന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ അറിയുക പോലും ചെയ്യാത്തൊരു വിഷയത്തെക്കുറിച്ച് എൻ്റെ പേര് വലിച്ചഴിക്കുന്നു, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്ത് തെളിവാണ് മുഹമ്മദ് റിയാസും ഈ പറഞ്ഞ ആളും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിവാദത്തെക്കുറിച്ചോ എന്ത് തെളിവാണുള്ളത്? രണ്ട് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ രീതിയിൽ നേരിടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു പാർട്ടി അത് അന്വേഷിക്കും, അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരും ഇതൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റി അന്വേഷിച്ചാൽ മതി. ഇപ്പൊ താങ്കൾ ചോദിച്ചു റിയാസിന് എന്ത് ബന്ധമെന്ന്. റിയാസിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ആരോപണ വിധേയനായ ആൾ CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. മുഹമ്മദ് റിയാസിന്റെ അയൽവാസിയാണ്. മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ്. ഈ പരാതിയിൽ പറയുന്നത് മുഹമ്മദ് റിയാസ് വഴി കാര്യം സാധിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് റിയാസിന് തന്നെയും ഈ കാര്യത്തിൽ കംപ്ലൈന്റ് ഉണ്ട്, അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പേരിങ്ങനെ വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഈ കാര്യത്തിൽ പൂർണ്ണമായും അന്വേഷിച്ച് പൊതുസമൂഹത്തിന് ബോധ്യം വരത്തക്ക വിധത്തിൽ ഫൈൻഡിങ്സ് വരൽ CPM-ന്റെയും മുഹമ്മദ് റിയാസിന്റെയും കൂടി ആവശ്യമല്ലേ? പിന്നെ അത് പൊതിഞ്ഞു വെക്കണോ, മൂടി വെക്കണോ? ആരും മൂടി വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി മുഹമ്മദ് റിയാസ് ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു തരിമ്പ് തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. പരാതിക്കാരില്ല, അതുപോലെ തന്നെ കാശ് മേടിച്ചിട്ടുള്ള തെളിവില്ല, പരാതിയായിട്ട് ഒരു വ്യക്തി ഇതുവരെ വന്നിട്ടില്ല, അന്തരീക്ഷത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഈ പരാതിയെ ന്യായീകരിക്കുകയല്ല, എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള സമയം തരണം. അതായത് ഇനി വാദത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയ കമ്മിറ്റി മെമ്പർ, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പർ ഈ വിനോദ് എന്ന് പറയുന്നത് ആളുടെ പേരതാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയം പേരിക്കേണ്ട, അതിശക്തമായ നടപടിയിലേക്ക് പോകും. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ കൊണ്ട് ഒരു വാർത്തയുടെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതുപോലെ ഒരു പരാതിക്കാർ ഇതിനകത്തില്ല. അപ്പം ഇതിനകത്ത് പറയാനുള്ള ഇതേ ഉള്ളൂ, CPM-ന്റെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കിട്ടുകയും അത് അടിയന്തര പരിഗണനയ്ക്കായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അയക്കുകയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 2 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മിറ്റി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തത് ഇല്ലാത്ത കാര്യമാണോ? അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു വിഷയത്തിനകത്ത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ ഘടകം 2 അംഗ സമിതിയെ വെച്ച് അന്വേഷിക്കുമോ? അഭിലാഷ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ട്. അതായത് പാർട്ടിയിലൊരു പരാതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ അഭിലാഷോട് പറഞ്ഞത്.
അത് സ്വാഭാവികമാണ്. എന്ത് പരാതി വന്നാലും പാർട്ടിക്കുള്ളിലുള്ളതായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, പാർട്ടി സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പാർട്ടി അന്വേഷിക്കുക, അതൊരു തർക്കമില്ല. കാരണം ഞാൻ ഈ പാർട്ടിയുടെ താഴെക്കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം അതിനൊരു മറുപടി കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ CPM-നുള്ളിൽ എന്തെങ്കിലും തിരുത്തൽ രീതിയിൽ ഏത് ആരോപണമാണെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും CPM-ന് ഒരു കൂടോത്രത്തിൻ്റെ ആവശ്യമില്ല. CPM അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു സംശയം വിചാരിക്കേണ്ട. പക്ഷേ അടിവരയിട്ട് പറയുന്നു, ഇങ്ങനൊരു സഖാവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിച്ചിട്ട് അത് ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് ഇത് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് കഥകൾ രചിച്ച്, നുണ ഫാക്ടറികളിൽ നിന്ന് കഥകൾ രചിച്ച് പാർട്ടിക്കെതിരെ ഇങ്ങനെ നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നെന്നുണ്ടെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു തെളിവുമില്ല. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട്, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താ? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇന്നലകളുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം അഭിലാഷിന് എന്നേക്കാളും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഒന്ന് കണ്ണോടിക്കുന്നവർക്കറിയാം. ആ മനുഷ്യൻ ഓടിളക്കി വന്ന് മന്ത്രിയായ ആളല്ല. മുഹമ്മദ് റിയാസിന്റെ വ്യക്തിത്വം തന്നെ അത് മനസ്സിലാക്കുന്നവർ ആരായാലും അദ്ദേഹം ഒരു അഴിമതി കൂട്ടുവെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് ആരോപണമില്ല. പിന്നെ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാണ്? ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീയസ് സുരേഷ്, ഇവിടെ ഇപ്പോൾ നമ്മൾ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയാൻ ഒരു പരാതി കൊടുക്കാനോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനോ ആളില്ല. അങ്ങനെ ഒരു പരാതിക്കാരില്ല. ഈ സോ കോൾഡ് പരാതിക്കാരെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് അകത്ത് വന്നിട്ടുള്ള പരാതി അവരുടെ പരിശോധന എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ PC ആക്ടൊക്കെ അനുസരിച്ച് അന്വേഷിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ആവലാതി വേണം. ആർക്കും ആവലാതി ഇല്ലാത്ത വിഷയം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കില്ലേ? ശ്രീ അഭിലാഷിൻ്റെ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ CPM-നും മടിയിൽ കനമില്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞ് സുവോമോട്ടോ ഒരു കേസെടുപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. കാരണം ഇത് അഴിമതിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇത് അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുപ്പിക്കാൻ സാധിക്കുന്ന വിഷയമാണ്. ഇവിടെ നേരത്തെ താങ്കൾ തന്നെ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇത് പുറത്തു വരണം, ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരണമെന്ന് CPM-നും റിയാസിനും ചിന്തിച്ചുകൂടാ? അതിനുവേണ്ടിയുള്ള നടപടികളെടുക്കാൻ അവരെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതിന് ധൈര്യം അവർക്ക് നൽകാത്തതിന് കാരണമെന്ത് എന്നുള്ള ചോദ്യം കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇവിടെ ഓരോരുത്തരുടെയും പാരമ്പര്യമൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഇന്നേ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹം എങ്ങനെയാണ് വളർന്നത്, പശ്ചാത്തലം നിങ്ങൾ അറിയണ്ടേ എന്നൊക്കെയാണ് ചോദിച്ചത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ശ്രീ റെജി ലൂക്കോസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലവും പാരമ്പര്യവും ത്യാഗവും ആദർശനിഷ്ഠയും അതിനുവേണ്ടിയുള്ള ആ ജീവിതവും കമ്മ്യൂണിസ്റ്റ് ജീവിതവും അതൊക്കെ ഒരു പഴങ്കഥയാണ്, ഒരു പഴഞ്ചാക്കാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പരമ്പരാഗത നേതാക്കന്മാർ പോലും ഈ മാന്യതയും മര്യാദയും ധാർമ്മികതയും പാലിക്കുന്നില്ല എന്ന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിരത്താൻ സാധിക്കുന്ന സ്ഥലം ഈ കേരളം തന്നെയല്ലേ? ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഈ 1 മണിക്കൂർ സമയം തികയാതെ വരും. അത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFIക്കാർ വരെയുള്ളവർ. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, ഇവിടെ റിയാസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള മന്ത്രി, അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിലും ഉണ്ട്. ഈ 2 സംവിധാനത്തിലുമുള്ള ഒരൊറ്റ നേതാവേ ഈ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരാ? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ തട്ടിപ്പുകാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് പണം വാങ്ങിയിരിക്കുന്നത് എന്നതാണ് ആരോപണം. ശരി, ഇതുപോലത്തെ ആരോപണം ആദ്യമായിട്ടല്ല CPM-നകത്ത് വരുന്നത്. ശ്രീ അഭിലാഷ്, കരുവന്നൂർ കേസിൽ CPM-ൻ്റെ AC മൊയ്തീനെതിരെയും CPM-ൻ്റെ കണ്ണൻ സഖാവിനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുകയും തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ്. അപ്പോൾ ഇതിന്റെ വസ്തുത ഈ കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ളത് ഇന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ PSC അംഗങ്ങൾക്ക് വേണ്ടി കോഴ വാങ്ങാൻ മന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നാളെ യാഥാർത്ഥ്യമാകില്ല എന്ന് ആർക്കാ ഉറപ്പ്? ഓക്കെ, ശ്രീ MK ഹരിദാസ്,
നമ്മളിവിടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 60 ലക്ഷം രൂപ മുടക്കി PSC അംഗത്വം വാങ്ങാൻ ആളുണ്ട് എന്നുള്ളതാണ്. 21 അംഗങ്ങളുണ്ട് PSCയിൽ. PSCയുടെ അംഗത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ നോമിനേഷനാണ്. CPM-ന് മാത്രമല്ല ഘടക കക്ഷികൾക്കും അവരുടെ പ്രതിനിധികളുണ്ട്. അതിൽ ചില പാർട്ടികൾ, ഇപ്പോൾ JDS-ന്റെ ഒക്കെ അംഗത്തെ തീരുമാനിക്കാൻ ആ പാർട്ടിയിൽ കുറേ കാലമായി ചർച്ച നടക്കുന്നുണ്ട്. ഡീൽ ഇതുവരെ ആയിട്ടില്ല എന്നൊക്കെയാണ് ഉപശാല വർത്തമാനങ്ങൾ. എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ PSC എന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ആൾക്കാർക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വിവാദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെന്തായിരിക്കും ആ താല്പര്യം? വലിയ ശമ്പളമുണ്ട്. 70,290 ബേസിക് പേ. 223% ബത്ത ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ, അതായത് ബേസിക് പേയേക്കാൾ എത്ര ഇരട്ടിയായിരിക്കും കയ്യിൽ കിട്ടുന്നത് നമുക്കറിയാം. പക്ഷേ ഇതിനപ്പുറത്ത് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളുണ്ട്. 1 കിലോമീറ്ററിന് 15 രൂപ പെട്രോൾ ചാർജ്. വലിയ പണം അനുസരിച്ച് നോക്കിയാൽ വലിയ കാര്യമാണ്. എന്നാലും ഈ 6 വർഷം കൊണ്ട് 60 ലക്ഷം മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഈ PSC എന്ന് പറയുന്ന സംവിധാനത്തിൽ കയറിപ്പെട്ടാൻ ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആർത്തി? PSC ഒരു കറവ പശുവാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നില്ലേ? 8.25 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ PSC എന്ന് പറയുന്നത് ഒരു കറവ പശു ആയിരുന്നു. അഭിലാഷ് പറഞ്ഞതിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് ഇവർ ഈ PSC മെമ്പർമാരും ഈ PSC ചെയർമാനും മേടിക്കുന്ന തുച്ഛമായ ശമ്പളവും തുച്ഛമായ യാത്രാബത്തകളും തുച്ഛമായ മെഡിക്കൽ ഇംബേഴ്സ്മെന്റും കണ്ടിട്ട് തലചുറ്റിയിരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലെ നികുതിദായകർക്ക് ഈ വിവരം പുറത്തു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അത്തരത്തിലുള്ള നികുതിപ്പണം പറ്റുന്നതിനപ്പുറം അവിടെ നടക്കുന്ന കർട്ടന് പുറകിൽ നടക്കുന്ന ഒരു വലിയ അഴിമതിയുടെ ഒരു നേർചിത്രത്തിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുകയാണ്. ഇതിന്റെ ഈ പാർട്ടി വെക്കുന്ന അന്വേഷണ കമ്മീഷനൊക്കെ അവസാനം കണ്ടെത്തുക എന്താണ് അഭിലാഷേ? അത് സാമാന്യം തീവ്രത കുറഞ്ഞ ഒരു വിഷയമായിട്ട് അതിനെ കണ്ടുകൊണ്ട് അത് വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് അത് തള്ളിപ്പോകാനാണ് സാധ്യതയുള്ളത്. ഒരു വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നവനെ പെറ്റി ബൂർഷ്വ എന്നും ഒരു അംബാസഡർ കാറുണ്ടായിരുന്നവനെ ബൂർഷ്വ എന്നും വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ച പാർട്ടിയാണിത്. എനിക്കറിയാം, ഞാനത് വിളിച്ചു പറയുന്നില്ല. റെജി ലൂക്കോസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളത് പറയാം. പിന്നീട് പാർട്ടിയിൽ ഓരോ സഖാക്കളും പെറ്റി ബൂർഷകളുമായി മാറുന്നത് ഈ പാർട്ടി കണ്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ റെജി ലൂക്കോസിന്റെ വാദം ദുർബലമാണ്. നോക്കൂ റെജി ലൂക്കോസ്, ഇത് മുഹമ്മദ് റിയാസ് സമ്മതിക്കാത്തോടത്തോളം കാലം ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏത് കുറ്റവാളിയാണ് ആദ്യം തന്നെ ഈ കുറ്റമേറ്റിരിക്കുന്നത്? ഇപ്പൊ ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും പത്രക്കാരൻ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്തരത്തിലൊരു കൊലപാതകം ഒരു പെൺകുട്ടിയെ ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നല്ലേ പറയുള്ളൂ. LKG ക്ലാസ്സിലെ തൊട്ടടുത്തിരിക്കുന്നവന്റെ പെൻസിൽ മോഷ്ടിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് ഗോവിന്ദച്ചാമിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം വരെ ഒരു കുറ്റവാളിയും കുറ്റം സ്വയം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അഭിലാഷയെ ചോദിക്കാനുള്ളത്, ഈ പ്രമോദ് സാറ് ആരെ കണ്ടിട്ടാ പഠിക്കേണ്ടത്? ഈ പ്രമോദ് സാർ തിരിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പാർട്ടി മറുപടി പറയുക? ചെയ്യാത്ത സേവനത്തിന് 1.72 കോടി രൂപ മേടിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയാണോ ഞാൻ മാതൃകയാക്കേണ്ടത്? 90 ലക്ഷം വൈദേഹ റിസോർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് EP ജയരാജൻ സഖാവിനെയാണോ ഞാൻ മാതൃകയാക്കേണ്ടത്? മനു തോമസ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്ങിന്റെ ആളുകളെയാണോ ഞാൻ മാതൃകയാക്കേണ്ടത്? സഹകരണങ്ങൾ സംഘങ്ങളിൽ കൈയിട്ട് വാരുന്ന ജില്ലാ നേതാക്കളെയാണോ ഞാൻ മാതൃകയാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ മുഖം എന്തായിത്തീരും? അപ്പൊ ഇത് ഒരു വലിയ ക്യാൻസർ ഈ പാർട്ടിക്ക് പിടികൂടിയിരിക്കുകയാണ്. ഇന്ന് തന്നെയല്ലേ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, സഖാക്കൾക്ക് ആർത്തി മൂത്തു, പണം ഉണ്ടാക്കണമെന്ന ആർത്തി മൂത്തു. ഇത് വിളിച്ചു പറയുകയല്ല വേണ്ടത്. താഴെ തട്ട് തുടങ്ങിയിട്ട് ജില്ലാ തലം തൊട്ടിട്ട് സംസ്ഥാന തലം വരെ ഇത്തരം ഒരു ആർത്തി മൂത്ത കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള നിരീക്ഷണം പാർട്ടി നടത്താതെ പോയതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഞാൻ അഭിലാഷ് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ പാർട്ടിയുടെ ഇന്നത്തെ ഒന്നാം നിര നേതാക്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന കാലം തൊട്ടിട്ട് ഇന്ന് വരെയുള്ള അവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിന്റെ സെൻസെക്സ് ഉയരുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഓരോ നേതാക്കളും നേടിയിട്ടുള്ളതായിട്ടുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ മറ്റേ നോമിനേഷൻ കൊടുക്കുന്നതിനോടൊപ്പമുള്ള അവരുടെ വരുമാനത്തിന്റെ ഇത് കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഇതൊക്കെ ഇവരുടെ മാസശമ്പളത്തിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന അലവൻസിൽ നിന്നും ഉണ്ടായതാണെന്ന് പാർട്ടിക്കാരെ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഇവർക്കൊരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. പക്ഷേ നാട്ടിലുള്ള സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ, ഞാൻ സാധാരണയായ കോൺഗ്രസ്സുകാരോ BJP-കാരോ അല്ല പറയുന്നത്, സാധാരണക്കാരായ എന്നെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ ഇത് നാളെ സംഭവിക്കാൻ പോകുന്നത് വളരെ തീവ്രത കുറഞ്ഞ ഒരു അഴിമതി ആരോപണത്തിൽ യാതൊരു തെളിവും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പാർട്ടിയുടെ കോടതിയും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും ഭംഗിയായി ഈ കേസ് തള്ളുന്നതോട് കൂടിയിട്ട് അടുത്ത ഒരു ഇത്തരത്തിലുള്ള വലിയ ഒരു അഴിമതി ആരോപണം പുറത്തു വരുന്നത് വരെ നമുക്ക് മിണ്ടാതിരിക്കാനേ തരമുണ്ടാവുകയുള്ളൂ. വൈക്കത്ത് ഒരു ദമ്പതിമാരെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 47 ലക്ഷം രൂപ മോഷ്ടിച്ചു. ഈ രണ്ടുപേരും ഡിവൈഎഫ്ഐയുടെ ആ ഭാഗത്തെ ഉന്നതരായ നേതാക്കളായിരുന്നു. അതിൽ ഈ ഭർത്താവ് കുറച്ചും കൂടി മുന്തിയ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ 2023 ജൂൺ മാസത്തില് ഇതേ റെജി ലൂക്കോസുമായിട്ട് ഞാൻ നടത്തിയ ഈ ചർച്ചയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു തെളിവില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു. പക്ഷെ കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ 2 പേരെയും ഈ ഡിവൈഎഫ്ഐയിൽ നിന്നും പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്തേക്കാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള പുഴുക്കുത്ത് പാർട്ടിയുടെ എല്ലാ ഭാഗത്തും എല്ലാവരും ഈ സാമ്പത്തികമായിട്ട് പാർട്ടിയെ വെച്ച് നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു ദൂഷിത ബലത്തിന്റെ നമുക്ക് അവസാനത്തെ ഒരു വാർത്തയാണ് ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുമെന്ന് അഭിലാഷോ ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകരോ വിചാരിക്കേണ്ട. ഇനിയും വലിയ വലിയ ബോംബുകൾ ഇത്തരത്തിൽ പൊട്ടാനിരിക്കുകയാണ്. കാരണം 2026 മെയ് മാസത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് താങ്കളുടെ ആരോപണം. ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്, വർഗ ബഹുജന സംഘടനകളുടെ നേതാവാണ്, CITU-വിന്റെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്, മുഹമ്മദ് റിയാസിന്റെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ആളാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് തുടർച്ചയായി എന്നെ നെഗറ്റീവായ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന്. ഇവിടെ പരാതിക്കാർ നൽകിയ പരാതി അനുസരിച്ച് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾ മുഖേന PSC അംഗത്വം തരപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം എന്ന് വരുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. അതിനപ്പുറത്ത് മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയി എന്ന പരാതി ആർക്കുമില്ല, പരാതിക്കാർക്കുമില്ല, കേൾക്കുന്നവർക്കുമില്ല. അപ്പോൾ ഈ ഇരവാദം മുഴക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുക. പോലീസ് ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുക, പോലീസ് അന്വേഷിക്കുക എന്നുള്ളതല്ലേ? പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അത് ഈ വന്നിട്ടുള്ള ആളല്ലേ കൊടുക്കേണ്ടത്. പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിന് പാർട്ടി സംവിധാനമുണ്ട്. ഇവരൊക്കെ ആ പാർട്ടി സംവിധാനം ഇടതുപക്ഷത്തിൽ എസ്പെഷ്യലി CPM-ലാകുമ്പോൾ അവരാ ലെനിനിസ്റ്റ് പാർട്ടി സംവിധാനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. പുറത്ത് കൊടുക്കേണ്ടവർ പുറത്ത് കൊടുക്കും. അത് ഇവർ മാത്രമല്ല, ഇപ്പോൾ നമ്മളറിയാലോ മത സമുദായ സംഘടനകളാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള പ്രശ്നം ആദ്യം അവർ അവിടെ തീർക്കാൻ ശ്രമിക്കും. എന്നിട്ടും തീർന്നില്ല മാത്രമാണ് അവർ പുറത്ത് കൊടുക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നാട്ടു നടപ്പുണ്ട്. പിന്നെ റിയാസ് ഇരവാദം ഉയർത്തുന്ന ചെറിയൊരു കാര്യമുണ്ട്. റിയാസ് ഭയങ്കരമായിട്ട് കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് റിയാസ് നന്നായിട്ട്. റിയാസ് ഭയങ്കരമായിട്ട് ആദ്യം തൊട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അപ്പം റിയാസിനെ നിങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത് വീരേന്ദ്രകുമാറിന് കോഴിക്കോട് ലോക്സഭാ സീറ്റ് 2009 അത് ജനതാദളിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ CPM ഏറ്റെടുക്കുന്നു. അത് റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അന്ന് ഈ റിയാസ് CPM ഡിവൈഫൈയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അന്ന് തൊട്ട് ഈ ജനതാദളിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് എടുത്തതോടു കൂടി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന റിയാസ് ആയതുകൊണ്ട് റിയാസ് ഭയങ്കരമായിട്ട് പല രീതിയിൽ അയാൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് മന്ത്രിയായതിനു ശേഷവും മരുമകൻ എന്ന രീതിയിലാണ് റിയാസ് ആക്രമിക്കപ്പെടുന്നത്. റിയാസിന് അതിന് വേറെ ഐഡന്റിറ്റി ഇല്ലേ? മരുമകൻ മാത്രമല്ലല്ലോ റിയാസ് എന്ത് പറഞ്ഞാലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ സെക്കുലർ പാർട്ടികളിലൊക്കെ മറ്റു പല സംഘടനകളുടെ ആളുകളൊക്കെ അത് നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. പക്ഷേ ആ നുഴഞ്ഞ് കയറിയ ആളുകളുടെ വക്താവല്ല, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല റിയാസോ ഷംസീറോ ആരിഫോ ഒന്നും. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവരെ എല്ലാം തന്നെ നമ്മൾ പല ന്യൂ മീഡിയയിലെല്ലാം ചിത്രീകരിക്കപ്പെടുന്നത് ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പം കോഴിക്കോട് റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുമ്പോൾ റിയാസ് എന്തോ മഹാപാതകം ചെയ്യുന്ന രീതിയിലാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും റിയാസ് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. അല്ല, അപ്പോൾ ആ തരത്തിൽ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ പക്ഷേ പാർട്ടിക്കകത്തൊരു പരാതി ഉണ്ടാവുന്നു. പാർട്ടിക്കകത്ത് പരാതി എന്ന് പറയുന്നത് പാർട്ടിയുടെ എന്തെങ്കിലും അച്ചടക്കം ലംഘിച്ചു എന്നോ അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ജീർണത സംഭവിച്ചു എന്നോ ഒന്നും അല്ല, മറിച്ച് കോഴ വാങ്ങിച്ചു എന്നുള്ളതാണ്. പണം വാങ്ങിച്ച് PSC അംഗത്വം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, നമ്മുടെ നാട്ടിലെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു വിശുദ്ധിയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഇങ്ങനെയാണ്. ഒരു പരമപ്രധാനമായ പദവിയിലേക്ക് കാശ് വാങ്ങി ആളെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ CPM ഭരിക്കുന്ന കേരളത്തിൽ അതിനേക്കാൾ വലിയൊരു നാണക്കേടും അപമാനവും ആ പാർട്ടിക്ക് വരാനില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേവല സംഘടനാ വിഷയം മാത്രമല്ലല്ലോ ശ്രീ ഫക്രുദ്ദീൻ. ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ റിയാസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒന്നുകിൽ ഒരു കംപ്ലൈന്റ് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസമായിട്ടല്ലേ ഉള്ളൂ, നാളെ അവരെന്താ തീരുമാനം എടുക്കാൻ നമുക്ക് നോക്കാം. ഇതൊരു ഈ രീതിയിൽ സംഭവം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതൊരു പോലീസ് കേസായി അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അക്കാര്യത്തൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഈ പാർട്ടിക്ക് അതിൻ്റെതായ രീതി ഉണ്ട്. അവരനുസരിച്ച് ഒരുപക്ഷെ നാളെ അവരുടെ അന്വേഷണം ഉണ്ടാവും. അതിനുശേഷം അത് ഒരുപക്ഷെ ഒരു പോലീസിന് കൈമാറുന്നുണ്ടാവും. പിന്നെ ഈ റിയാസിന് അത് ആർക്കും പറ്റാവുന്ന കാര്യം, ഈ ഫ്രോഡുകൾ ഏതെങ്കിലും അധികാര സ്ഥാനത്തൊക്കെ എന്തെങ്കിലും മുള്ളിത്തറച്ച ബന്ധവും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കണ്ട ബന്ധവും പറഞ്ഞുകൊണ്ട് അടുത്ത് കൂടും. ഈ അടുത്ത് കൂടുന്ന ഒരു സെൽഫി കൊടുക്കും.
ചിലപ്പോൾ അടുത്ത വീട്ടിലായിരിക്കും താമസിക്കുക. അന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ അത് നേരിട്ട് മറ്റേ വ്യക്തി അറിയണമെന്നില്ല, അല്ലെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അത് റിയാസിൻ്റെ കുഴപ്പമല്ല. ഇനിയിപ്പം ആ രീതിയിൽ റിയാസ് ഒരു ജാഗ്രത കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇയാൾ പാർട്ടിയിൽ ഏരിയ കമ്മിറ്റി മെമ്പറായ സ്ഥിതിക്ക് സ്വാഭാവിക സഹാക്കൾ വരുമ്പോൾ റിയാസിന് സംസാരിക്കേണ്ടതായി വരും. ഇതിൽ റിയാസിനെ എന്താ പറയുക, കുറ്റപ്പെടുത്താൻ യാതൊരു ഘടകമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശരി, ഓക്കെ. ഇവിടെ ശ്രീ റെജി ലൂക്കോസ്, നമുക്കറിയാം CPM ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതിൻ്റെ തിരുത്തൽ പ്രക്രിയയൊക്കെ നടത്തുന്ന സമയമാണ്. പാർട്ടിയുടെ മേഖലാ യോഗങ്ങളിൽ ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ തന്നെ ഉണ്ടായി. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണ് എന്ന് പറയുന്ന സാഹചര്യം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറിൽ നിന്നുണ്ടായി. അതിനേക്കാൾ രൂക്ഷമായ വിമർശനം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബി ഉന്നയിച്ചത് നമ്മൾ കേട്ടു. പരസ്യമായി തന്നെ ഒരു തോമസ് ഐസക് നൽകി അഭിമുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കറക്ഷൻ വേണം എന്ന് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അഭിപ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാദം വരുന്നത്. ആ വിവാദത്തെ മൂടിവെച്ച് ഞങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തു, ആർക്കും പരാതിയില്ല, പൈസ കൊടുത്ത ആളുകൾക്ക് പൈസ തിരികെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കും പരാതിയില്ല, ഞങ്ങൾക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഇങ്ങനെയാണ് ഒരു വിഷയം ഡീൽ ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്ന കറക്ഷന്, ഈ പറയുന്ന തിരുത്തലിന് അർത്ഥമുണ്ടാകുമോ എന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ ബാക്കി നിൽക്കും. അല്ല അഭിലാഷ്, ഇവിടെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് ഈ 22 കോടി രൂപ, 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് 22 കോടി രൂപ ഈ ഏരിയ സെക്രട്ടറി വാങ്ങി എന്നുള്ളതാണ്. ഈ ഏരിയ സെക്രട്ടറി വാങ്ങുന്നത് പിന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ കൊണ്ട് ആ PSC അംഗത്തെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിൽ വാർത്ത വിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? എന്തെങ്കിലും ഒരു തെളിവ്, ഒരു വിദൂര തെളിവ് വേണ്ടേ? ഇവിടെ പരാതിക്കാരനില്ല. അപ്പോൾ പരാതിക്കാരനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരാത്തുന്നത് അതൊക്കെ ആർക്കും സങ്കല്പിക്കാത്ത പറയാവുന്ന ഒരു ഭാവനകളല്ലേ? അപ്പോൾ എങ്ങനെയാണ് CPM ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ നേരത്തെ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് അത് വേറൊരു ചോദ്യമായിട്ട് വന്ന്, ഈ റിയാസിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയാൻ നിങ്ങൾ സമ്മതിക്കണം. റിയാസ് വളാഞ്ചേരിയിലെ അറിയപ്പെടുന്ന പാരമ്പര്യമുള്ള ന്യായാധിപന്മാർ വരെയുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ അദ്ദേഹം ചെറുപ്രായം മുതൽ തല്ലുകൊണ്ടും എന്താ പറയുക, വിദ്യാർത്ഥി സംഘടനയായ SFIയിലൂടെ വന്ന് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് വന്ന ആ മനുഷ്യനെ ഇപ്പോഴൊന്നുമല്ല ടാർഗറ്റ്, അതിവിടെ സുഹൃത്ത് പറഞ്ഞു ടാർഗറ്റ് ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്താ കാരണം? അതിലൂടെ പിണറായി വിജയനെ ജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുക, അതിലൂടെ CPM ഇകഴ്ത്തി കാണിക്കുക. ഇതൊരു വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? തരുമ്പും തെളിവില്ലാതെ കണ്ട് സങ്കല്പത്തിലൂടെ ഒരു കഥ വനയ്ക്കുക. തരിമ്പും തെളിവില്ലാത്ത ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തരത്തിലാണോ പ്രതികരിക്കുക? അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമസഭയുടെ തലത്തിൽ പിണറായി വിജയൻ ഈ വാക്കുകളാണോ ഉപയോഗിക്കുക? അദ്ദേഹം പറയുമ്പോൾ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയും ഉണ്ടാകും എന്നാണ് സ്വാഭാവികമായും കരുതേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി അക്നോളജ് ചെയ്യാണ്, അല്ലാതെ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുകയല്ല ഉണ്ടായിട്ടുള്ളത്. എന്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? ഞങ്ങളിത് വെച്ചു പൊറപ്പിക്കില്ല എന്നാണ്. അപ്പൊ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ വെച്ചു പൊറപ്പിക്കില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയോ? നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്, ഇതിനൊന്നും മറുപടി പറയാൻ ഞാനില്ലെന്നല്ലേ പറയുള്ളൂ. അത് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എനിക്കൊന്ന് മണ്ണാർക്കാട് MLA ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതേ എഴുന്നേറ്റ് പറഞ്ഞത് എന്താ? കേരളത്തിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ടേ, ആ തട്ടിപ്പുകൾ മുഴുവനും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു, അതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു തട്ടിപ്പിനെ എങ്ങനെയാണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്? അതുപോലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള ആർജവം കാണിച്ചൊരു പാർട്ടിയുടെ തലപ്പത്തുള്ളവരല്ലേ അവർ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്ന് അന്വേഷിച്ചിട്ട് എന്താണെന്ന് അറിയാനുള്ള സാവകാശം പോലും കൊടുക്കാതെ കൊണ്ട് ഇവർ ഈ തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങൾ അവർ ഓൺ ചെയ്ത പോലെ ഇങ്ങനെ ചർച്ച കൊണ്ടുപോകും. അത് ശരിയാണോ? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 2021 മുമ്പിൽ, 20 തൊട്ട് മുമ്പ് 1.5 വർഷക്കാലം നമ്മളൊക്കെ ചർച്ചയ്ക്കിരുത്തിലുള്ള ഇതിലൊക്കെ എത്രയോ ഗ്രാവിറ്റി ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ചർച്ചകൾ കേരളത്തിൽ ഈ സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും അങ്ങനെ ഈ പറയുന്ന പലരെക്കുറിച്ചും കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചോ? അതിന് കേവലം 2 വർഷങ്ങൾക്ക് മുമ്പല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റമ്പിയത്. ഇനി രണ്ടാമതൊരു കാര്യം പറയാം. ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്തൊരു പാർട്ടിയല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നിപ്പോൾ MMAയുടെ പച്ചക്കുതിരയിലെ ലേഖനം അതൊക്കെ തുറന്നു പറയാൻ ആർജവമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. CPM എന്താണെന്നറിയാം, കോൺഗ്രസ് എന്താണെന്നറിയാം.
എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് പറഞ്ഞ ഒരു ഒറ്റ സെൻറ്റൻസ് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. സുരേഷ് CPM-ന്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉപദേശവും CPM-നെ തിരുത്താനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ സുരേഷിനോടുള്ള റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് ചോദിക്കുക, നീറ്റ് കുംഭകോണത്തിലൂടെ ഈ രാജ്യത്ത് നടന്ന കുംഭകോണം എന്ന് പറയുന്നത് 34,000 കോടിയാണെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 ലക്ഷം കുട്ടികളുടെ ഭാവി തകർത്തിരിക്കുന്നു. അത് ആരാ നടത്തിയത്? ഇപ്പോൾ കരിമ്പട്ടിയിലുള്ള ഗുജറാത്തിലുള്ള ഒരു സ്ഥാപനമാണ് ആ പരീക്ഷയുടെ ആ ചോദ്യപേപ്പർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പരിധി അതിന് മുമ്പുള്ള കുംഭകോണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയുടെ ആളിരുന്നുകൊണ്ട് എൻ്റെ സുഹൃത്താ സുരേഷ് ഇങ്ങനെയൊക്കെ ഉപദേശിക്കാമെന്ന് പറഞ്ഞാൽ ഒരു തരിമ്പ് തെളിവില്ലാതെ ഉണ്ട്. ഇപ്പോൾ റഫേൽ കുംഭകോണം സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിലാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടക്കാത്തത്. ഇലക്ട്രൽ ബോണ്ട് ആണെങ്കിലും നീറ്റ് പരീക്ഷ ആണെങ്കിലും അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹവും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇതാണ്. ആ കാര്യം പറയുമ്പോൾ വേറെയും കുംഭകോണം നടന്നിട്ടുണ്ടല്ലോ എന്നുള്ളതല്ലല്ലോ അതിന് ഉത്തരം. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ CPM എന്ന പാർട്ടി ശരിയായ തിരുത്തലിന്റെ വഴിയിലാണ് എങ്കിൽ ആ പാർട്ടിയുടെ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും ഉപയോഗിച്ച് ആര് തട്ടിപ്പ് നടത്തി എന്നാണെങ്കിലും അവരെ പിടിച്ച് വെളിയിലിടാൻ ഇവരിങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കാൻ കഴിയണ്ടേ? ആ ആർജവമല്ലേ കാണിക്കേണ്ടത്? അപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെയോ അതല്ലെങ്കിൽ ഏരിയ തലത്തിലുള്ള ഭാരവാഹിയെയോ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയൊന്നും CPM-നില്ലല്ലോ. തെറ്റായ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന കക്ഷി മന്ത്രിമാരുടെ പേര് പറഞ്ഞ് 20 ലക്ഷം രൂപ വാങ്ങിച്ചു, തട്ടിപ്പ് നടത്തി, ഇയാളെ ഞങ്ങൾ പുറത്തു കളഞ്ഞിരിക്കുന്നു, ഇയാൾക്കെതിരെ പോലീസ് നടപടിയെടുക്കും, ഇയാൾ ശിക്ഷിക്കപ്പെടും എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെങ്കിൽ ഓക്കെ. അതല്ലാതെ പിന്നെ ആർജവം എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ല, ആരെങ്കിലും ഉന്നയിക്കുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ നിമിഷം വരെ, നാളത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ് ഒരു തിരുത്തലിലേക്ക് പോകുന്നത് എനിക്കറിയാമല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇതെല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ്ടേ മുഹമ്മദ് റിയാസ് ഈ പിന്നെ വാർത്തയായ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുമോ? നീ എന്ത് മറുപടിയായി പറയുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു ഈ പറയുന്ന വിനോദ് കോട്ടൂളി എന്ന് പറയുന്നത്, കോട്ടൂളി എന്നാന്ന് തോന്നുന്നു, ആ ചെറുപ്പക്കാരൻ ഏരിയ സെക്രട്ടറി മെമ്പറാണ് കോഴിക്കോട് ടൗണിലെ. അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി ശക്തമായ നിലപാടെടുക്കും, നിയമ നടപടി സ്വീകരിക്കും. അതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയോട് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാർട്ടി അന്വേഷിച്ചിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തെറ്റ് പറ്റിയെന്നുള്ളതിന്റെ സൂചനയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് ഇപ്പൊ പറയുന്നു. നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷൊന്നും ഇങ്ങനെയേ അല്ല പറഞ്ഞത്, വേറെയാണ്, വേറെ എന്തൊക്കെയോ തട്ടിപ്പിന്റെ വളച്ചൊടിക്കരുത് അഭിലാഷ്, വളച്ചൊടിക്കരുത്. താങ്കൾ ഉറച്ചു നിൽക്കുക. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. അഭിലാഷ് വളച്ചൊടിക്കരുത്. എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയരുത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് വേണ്ടതാണ്. അത് അഭിലാഷ് തന്നെ തിരിച്ചു പിടിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതല്ല രണ്ടാമത് പറയുന്നത്. ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കും. എന്താ കാരണം, ഇവിടെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളെ കുറിച്ച് കേരളത്തിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇതെല്ലാം ഇൻക്ലൂഡാ. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് വരും. സ്വാഭാവികമല്ലേ? അതിന് നിങ്ങളെങ്ങനെയാണ് ഞാൻ രണ്ടാമത് തിരിച്ചു പറഞ്ഞായിട്ട്? ശരി, ഓക്കെ, അതാണല്ലോ പോയിട്ട്. ഓക്കെ, നടന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. ഇവിടെ ശ്രീ സുരേഷ് ഇപ്പോൾ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒക്കെ പേര് ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താം. അതിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ പേര്, അതായത് മന്ത്രി പദവി അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടന്നത് നമ്മൾ കണ്ടല്ലോ. അന്വേഷിച്ചു വന്നപ്പോൾ അത് അങ്ങനെയല്ല. അത് ഈ പറഞ്ഞ പണം പിടുങ്ങാൻ വേണ്ടി തട്ടിപ്പുകാർ പറഞ്ഞ ഒരു വാചകം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ റിയാസിന്റെ പേര് ഈ തട്ടിപ്പുകാരൻ ഈ പണം നൽകിയ ആളുകളെടുത്ത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവാം, അങ്ങനെയും ആവാം. അപ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ, ഒരു സംവിധാനത്തെ ആകെ നിഴലിൽ നിർത്തുന്നതിന് മുമ്പ് എന്താണിത് എന്നുള്ളത് നെല്ലും പതിരും തിരിയണ്ടേ? ശ്രീ അഭിലാഷേ, ഇത് ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നു. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് EK നയനാരും അതോടൊപ്പം തന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും എന്തിനേറെ VS അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നോ എന്നുള്ള ചോദ്യം കേരളത്തിൽ ഇന്ന് വളരെ പ്രസക്തമാണ്. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടും അഴിമതിയുടെയും അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിലുള്ള അരാജകത്വത്തിൻ്റെയും ഈ താഴെ തലത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ളവർ അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബത്തിനെ പരിപോഷിപ്പിക്കാനും ഒക്കെയായിട്ട് നിന്ന് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശ്രീ ഹരിദാസ് അവർ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല.
ആ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്ന, ധാർമ്മികമായും ആദർശപരമായും സംഘടനാതലത്തിലും ഭരണപരമായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ അവസാന നാളുകളിൽ ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോകത്തെല്ലായിടത്തെയും അവസാന നാളുകളിൽ ഉയരുന്ന സ്വാഭാവികമായിട്ടുള്ള ആരോപണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് ഈ കേരളത്തിലും ഉയരുന്നത്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നിദർശനമാണ് ഇതൊക്കെ. ഇവിടെ ഈ വിഷയം മാത്രം നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ PSCയെ സംബന്ധിച്ച് PSC എന്താണ്? ഒരു ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണ്. ഈ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനത്തിൽ 60 ലക്ഷം രൂപയാണ് ഒരു PSC മെമ്പർ. എനിക്ക് തോന്നുന്നു 30 അംഗങ്ങളെന്തോ ഉണ്ട്, 21. 60 ലക്ഷം രൂപ ഒരു PSC മെമ്പറാകാൻ വേണ്ടി കൈക്കൂലി കൊടുക്കണം എന്ന് പറയുകയും അത് കൊടുക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് PSC അംഗങ്ങളെ നിശ്ചയിക്കുന്നത് കൊണ്ട് CPM-ന്റെ അംഗങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന റിയാസ്, മുഖ്യമന്ത്രി ഇടപെടുമെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ്, ആ റിയാസാണ് ഇതിൻ്റെ ആള്. അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം. ഈ പണം വാങ്ങിയിരിക്കുന്ന ആള് ഏതെങ്കിലും കള്ളനാണോ, കൊള്ളക്കാരനാണോ, അഴിമതിക്കാരനാണോ? അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ആളല്ല. CPM-ന്റെ റിയാസിനോടൊപ്പം ചെങ്കൊടി പിടിച്ച് നടന്ന സഖാവ്, റിയാസിനോടൊപ്പം DYFIയിൽ പ്രവർത്തിച്ച സഖാവ്, റിയാസിൻ്റെ തൊട്ടടുത്ത അനുയായി, റിയാസിൻ്റെ അയൽക്കാരൻ, റിയാസിൻ്റെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ, റിയാസിൻ്റെ പാർട്ടിയുടെ CITUവിൻ്റെ ജില്ലാ നേതാവ്, അങ്ങനെയുള്ള ഒരാളാണ് റിയാസിനെ മുമ്പിൽ നിർത്തിയിട്ട് ഇത്തരത്തിൽ പണം ചോദിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉയർന്നു വരുമ്പോൾ മിസ്റ്റർ റെജി ലൂക്കോസ്, ഞങ്ങൾ ഇവിടുത്തെ BJP അല്ലെങ്കിൽ കോൺഗ്രസ്, ഇവിടുത്തെ പൊതുസമൂഹം, ഇവിടുത്തെ മാധ്യമങ്ങൾ ഒക്കെ അല്ല, റിയാസ് ശുദ്ധാത്മാവാണ്, റിയാസ് ഇതൊന്നും ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറ മുഴക്കണമെന്നാണോ നിങ്ങളെപ്പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത്? അത് ഇനി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ശ്രീ റെജി ലൂക്കോസ്. ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ തിരുത്തലുകൾ ആരംഭിച്ചല്ലോ. നിങ്ങൾ പാലക്കാട് പ്ലീനം, വളരെ കുപ്രസിദ്ധമായൊരു പ്ലീനമുണ്ടല്ലോ. അവിടുത്തെ മുതലാളിമാർ, മദ്യ മുതലാളി ഉൾപ്പെടെയുള്ള, ലോട്ടറി മുതലാളി ഉൾപ്പെടെയുള്ളവർ പണം തന്ന് സ്പോൺസർ ചെയ്ത് നടത്തിയ ഒരു പ്ലീനം. ആ പ്ലീനത്തിൻ്റെ അന്തസത്ത തന്നെ അവിടെ നശിപ്പിച്ചു നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ തിരുത്തലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം വന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നു, കഷ്ടം വന്നു, ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ മാനസികമായിട്ടും തകർന്നിരിക്കുന്നു എന്നാണ് MA ബേബി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ തിരുവല്ലയിൽ കാപ്പ ഗുണ്ടയെ നിങ്ങളുടെ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചേർന്ന് CPM-ലേക്ക് ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നത്. CPM-ൽ ചേരുന്നതിന് വരെ അവർ BJP-ക്കാരായിരുന്നു. അവര് BJP അവരെ ഏത് രീതിയിലാണ് ഉയർത്തിയത്? ഞങ്ങൾ ഇതേപോലെ BJP-യുടെ നേതാക്കന്മാരായിട്ടൊന്നും ചിത്രീകരിച്ചില്ലല്ലോ. ഈ പറഞ്ഞ കാപ്പക്കാരന്റെ മുഴുവൻ കേസും BJP പ്രവർത്തകർ 12 കേസുകളിൽ BJP അല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് അതില് രാഷ്ട്രീയ കേസ് എത്രണ്ണമുണ്ട്, ഗുണ്ടായിസത്തിന്റെ കേസ് എത്രണ്ണമുണ്ടെന്നുള്ള കാര്യം ഇവിടെ പുറത്തു വന്നതാണല്ലോ. 20 വയസ്സിനുള്ളിൽ 12 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനലിനെ ഇതുപോലെ ചെങ്കൊടി പൊതച്ച് സ്വീകരിക്കാൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചെന്ന് സ്വീകരിക്കാൻ തിരുത്തൽ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. തിരുത്തൽ എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ് റെജി ലൂക്കോസ്? സ്വന്തം സഖാക്കന്മാരെയും അതോടൊപ്പം തന്നെ അണികളെയും വഞ്ചിക്കാനും പറ്റിക്കാനുമുള്ള നിങ്ങളുടെ അടവ് നയമാണ് നിങ്ങളെടുക്കുന്ന തിരുത്തൽ. നിങ്ങൾക്കിനി തിരുത്താൻ സാധിക്കില്ല. നിങ്ങൾക്കിനി തിരുത്താൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജന്മോദ്ദേശം പൂർത്തിയായിരിക്കുന്നു, ഇനി ഇതിന് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ നശിക്കുന്നതിന് മുമ്പ് ഇതിനങ്ങ് പിരിച്ചുവിടാം എന്നുള്ള ഒരു തിരുത്തൽ മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കൂ. കാരണം നിങ്ങൾ PSCയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന 43 ലക്ഷം വരുന്ന കേരളത്തിലെ യുവാക്കൾ PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് ജോലിയും പ്രതീക്ഷയുമായിട്ട് ഇരിക്കുമ്പോൾ പുറംവാതിലിലൂടെ നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി നിയമനങ്ങൾ സഖാക്കന്മാരെ കുത്തിത്തിരിക്കി നടത്തിയിട്ട് ഈ PSC റാങ്ക് ലിസ്റ്റുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് അതൊക്കെ പിരിച്ചുവിട്ട്
പാവപ്പെട്ട PSC റാങ്ക് ഹോൾഡേഴ്സ് റോഡിൽ കിടന്ന് പിണറായി വിജയനോട് ദയാവായ്പിന് വേണ്ടി ഇഴയുമ്പോൾ, മുട്ടിനിഴയുമ്പോൾ അവരോട് ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഈ PSC അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ലക്ഷങ്ങൾ വെട്ടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല. ഈ കേരളം ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, അവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത്, അവസാന മാസങ്ങളിലാണ് നമ്മൾ സ്ലോട്ടർ ടാപ്പിംഗ്, കടുംവെട്ട്, തീവെട്ടിക്കൊള്ള തുടങ്ങിയ വാക്കുകൾ കേട്ടത്. കാരണം ഭരണം കുറച്ചേ ഉള്ളൂ, അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം എന്നുള്ള മട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്ന് CPM ആയിരുന്നു അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ 22 മാസത്തെ ഭരണമാണ് രണ്ടാം പിണറായി സർക്കാരിന് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഭരണമുള്ള സമയത്ത് പരമാവധി മുതലാക്കി കളയാം, പൈസ ഉണ്ടാക്കി കളയാമെന്ന് പാർട്ടിയിലെ, അതായത് ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും ലോക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും ഇനി വർഗ ബഹുജന സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന വലിയ ബാധ്യത CPM-നില്ലേ? അത് അവരെ അടച്ചു വെച്ചതുകൊണ്ടോ ഇല്ല എന്ന് വരുത്തിയത് കൊണ്ടോ കാര്യമുണ്ടോ? ഇത് ഇപ്പം CPM-ന്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്കറിയാം. ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇന്റേണലായിട്ട് അവരൊന്ന് പരിശോധിക്കും. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ന്യൂസ് കിട്ടിയിരിക്കുന്നു, അവർ ഇന്റേണലായിട്ട് അത് പരിശോധിച്ചിട്ട് ഉള്ളിൽ അത് താക്കീത് ചെയ്ത് തീർക്കേണ്ടതാണെങ്കിൽ അവരങ്ങനെ തീർക്കും. അതല്ല, അത് പോലീസ് കേസിന് പോകേണ്ടതാണെങ്കിൽ അവരങ്ങനെ ചെയ്യും. എനിക്ക് തോന്നുന്നു അവരുടെ ആ രീതിയിലാണ് ഈ വിഷയം കാണുന്നത്. നാളെ ഒരു പക്ഷേ മോഹൻ മാഷിയുടെ മറ്റു പത്രസമ്മേളനം ഉണ്ടാവും. അപ്പോൾ ഈ ആരോപണം വളരെ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ആരോപണം ശരിയാണ്. SFI, DYFI, CPM, CIT ഈ 4 സംഘടനയുടെ ക്രെഡിബിലിറ്റി അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് സംഘടനകളാണ് SFI ആൻഡ് DYFI. അതിൽ SFI ആണ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത്. SFI ആണ്. DYFI ഒക്കെ പണ്ടത്തെ പോലത്തെ ആക്റ്റീവ് അല്ല. പിന്നെ CIT, ഇദ്ദേഹം CIT-യുടെ നേതാവാണ്, ഇപ്പോൾ ആരോപണ വിധേയനായ വ്യക്തി. അപ്പോൾ മൊത്തം CPM-ഉം. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി ഒത്തിരി അധികം നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ള വിഷയത്തിൽ ശക്തമായ ആക്ഷനിലേക്ക് അവർ കടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല, ഇതിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെതിരെ ആ രീതിയിൽ പ്രതികരിക്കാം. ഇന്നിപ്പോ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരാൻ തീരുമാനിച്ചിരുന്നതാണ്, ജില്ലാ കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിരുന്നതാണ്. അത് ചേർന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത ആളുകൾക്ക് പണം തിരികെ കിട്ടിയാൽ പ്രശ്നമില്ലല്ലോ. എന്ന് മാത്രമല്ല കോഴ കൊടുത്തു എന്ന് പുറത്തറിയുന്നത് അവരെ സംബന്ധിച്ച് പ്രശ്നമാകാം. എന്ന് മാത്രമല്ല കോഴ കൊടുക്കുന്നത് കുറ്റമാണ്, ഈ കറക്ഷൻ ആക്ട് അനുസരിച്ച് കുറ്റമാണ്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ആർക്കും പരാതി ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നം തീരുമല്ലോ. അല്ല, നിങ്ങളുടെ ന്യൂസ് ഞാൻ രാവിലെ നിങ്ങളുടെ ന്യൂസാണ് കണ്ടത്. അതിൽ റിയാസ് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയണ്ടേ? കാരണം റിയാസിന്റെ ഇമേജിനെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു റിയാസിന്റെ പേര് വരുന്നത്. അപ്പം നേരിട്ട് റിയാസ് ഇതിൽ ഇൻവോൾവ് അല്ല, നമുക്കറിയാം. ഒരു തെളിവൊന്നുമില്ല. ഏതെങ്കിലും കൂടെയുള്ള ഒരു സഖാവ് ചെയ്തതിന് ഇപ്പം ഈ പറയുന്നതിൻ്റെ മാതിരി യൂട്യൂബ് ബൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്ന ഒരുത്തം ചതിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമുക്കറിയില്ല എന്താ. അപ്പോൾ റിയാസ് ഇതിൽ പരാതി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങളെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ. അല്ല, എനിക്കത് ഇന്ത്യൻ സോഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. നിങ്ങളെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ റിയാസ് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അല്ല, റിയാസ് ഇത് കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോഴല്ല, ദിവസങ്ങൾക്ക് മുമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ശ്രീ MK ഹരിദാസ് മുഴുവൻ ഒരു നെഗറ്റിവിറ്റി നിൽക്കുന്ന സമയത്ത് വളരെ കർശനമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇമേജ് തിരിച്ചു പിടിക്കാൻ ചെയ്യാവുന്ന കാര്യം. സ്ഥിരം റൂട്ടിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ ഒരു പ്രയോജനവും ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെയോ അതല്ലെങ്കിൽ ആ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെയോ സംരക്ഷിച്ചതുകൊണ്ട് CPM-ന് പ്രത്യേകിച്ചൊരു നേട്ടവും കിട്ടാനില്ല താനും. അപ്പോൾ ഇത് താങ്കളും ഈ പറഞ്ഞ മറ്റു പാനലിസ്റ്റുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് പരിഹരിച്ച് ഇല്ലാതാക്കേണ്ട വിഷയം എന്നുള്ളതിനേക്കാളും ഒരു പെർസെപ്ഷൻ വൈസ് നല്ലത് ഒരുത്തൻ ഞങ്ങളുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കള്ളത്തരം ചെയ്തു, അവനെ ഞങ്ങൾ പിടിച്ചു പൊക്കി നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നു എന്ന് പറയുന്നതല്ലേ കുറെ കൂടി നല്ലത്. തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല അഭിലാഷ്. ഈ വിവരം പാർട്ടിയുടെ ജില്ലാ ഘടകം അറിഞ്ഞിട്ടും പാർട്ടിയുടെ സംസ്ഥാന ഘടകം അറിഞ്ഞിട്ടും എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കോൺഗ്രസ്സുകാരോ BJP-കാരോ ഒന്നുമല്ല പുറത്തേക്ക് എടുത്തിട്ട് ഈ വിഷയം ഇത്ര ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നാശങ്ങളിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തേക്ക് ആക്കിയതും നമ്മളൊക്കെ അത് അറിയാനുള്ള കാരണവും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ട് തന്റെ പേരിൽ ഒരു 60 ലക്ഷം രൂപ ഒരു കച്ചവടം ഉറപ്പിക്കാൻ ഈ ഒരു ഭരണഘടനാ സ്ഥാപനമായ PSC പോലുള്ളത് ഉപയോഗിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. പക്ഷേ മുഹമ്മദ് റിയാസിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇത് ചെയ്യുമെന്നുള്ളതിന് പാർട്ടിക്കൊരു മുൻധാരണ വേണമായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങളായി ഇത് വരുന്നു. ഇപ്പോൾ അഭിലാഷ് എന്നോടല്ല ചോദിച്ചത്, ശ്രീ ഫക്രുദ്ദീനോടാണ്. എവിടെയാണ് അഭിലാഷെ തിരുത്തുക? വിദ്യാർത്ഥി സംഘടനകളെ തിരുത്തുമോ, അതോ തൊഴിലാളി സംഘടനകളെ തിരുത്തുമോ, അതോ യുവജന സംഘടനകളെ തിരുത്തുമോ, അതോ പാർട്ടിയുടെ കേഡർ പാർട്ടി എന്നാ പറയുന്ന പാർട്ടിയുടെ മാതൃസംഘടനയെ തിരുത്തുമോ? എവിടെ നിന്ന് ആര് തിരുത്തും? ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക? ആ ചോദ്യം അവശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു
പരാതി വന്നെങ്കിൽ മുഹമ്മദ് റിയാസിനെ MK ഹരിദാസോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് റെജി ലൂക്കോസോ ഇത്തരത്തിലൊരു അപകടത്തിൽ ചെന്ന് മുഹമ്മദ് റിയാസ് ചാടില്ല എന്ന് പറയുന്നതിനേക്കാൾ താൻ സ്വയം അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടണം. കാരണം ആ യുവാവായിട്ടുള്ള നേതാവിനെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഇത്തരത്തിലൊരു 60 ലക്ഷം രൂപയുടെ അഴിമതി കാണിക്കില്ല എന്ന് തന്നെയാണ് ഈ വിശ്വാസം. പക്ഷേ ഇന്ന് വൈകുന്നേരം പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഇത്തരം സംസാരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പാർട്ടി മറുപടി പറയണം. CPM-ന്റേതായിട്ട് കഴിഞ്ഞ 8.25 വർഷത്തിൽ ഈ PSCയിൽ കയറിക്കൂടിയവരൊക്കെ ഇത്തരത്തിലുള്ള പണം വാങ്ങിയിട്ടാണ് നിയമിച്ചത് എന്നുള്ള കാര്യം പ്രമോദ് സാറിന് അറിയാവുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കച്ചവടത്തിന്റെ ഡീലിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം പോലും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഈ വിഷയത്തെ അങ്ങേയറ്റം ലഘൂകരിച്ച് കാണുന്നവർ മനസ്സിലാക്കുക. അതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. നോക്കൂ, IG, ഒരു പോലീസ് IG, അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എവിടെയാ? ഹൈക്കോടതിയിലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് പവർ ബ്രോക്കർമാർ വർക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കാര്യങ്ങൾ വരെ ഒതുക്കി തീർക്കപ്പെടുന്നുണ്ട്. അഫിഡവിറ്റ് പിൻവലിച്ചു. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഒരു പോലീസ് അന്യ സംസ്ഥാനത്ത് ചാർജ് എടുത്തിട്ടുള്ള ഒരു IGക്ക് അല്ല, വക്കാലത്ത് കൊടുത്ത അഭിഭാഷകൻ സ്വന്തം നിലയ്ക്ക് എഴുതി ചേർത്താണ് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി അത് തിരുത്തിയില്ല എന്ന് ചോദിക്കുകയാണ് ആ അഫിഡവിറ്റ്. നമുക്കത് വിശ്വസിച്ചു എന്ന് പറയാം അഭിലാഷേ, നമുക്കത് വിശ്വസിച്ചു എന്ന് പറയാനല്ലാണ്ട്. കാരണം അദ്ദേഹം നമ്മുടെ മുമ്പിലൊന്നും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ അഭിഭാഷകന്റെ ഇഷ്ടത്തിന് എഴുതി ചേർത്തതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇയാൾ ഇത്ര കൊച്ചാക്കിക്കൊണ്ടൊരു അഭിഭാഷകൻ അത് എഴുതത്തക്ക തോതിലുള്ള ഒരു ധാർഷ്ട്യം വന്നുവെങ്കിൽ ഇയാൾ ആ അഭിഭാഷകനെതിരെ എന്ത് നടപടിയാണ് അതിനുശേഷം എടുത്തത്? ഒന്നും എടുത്തിട്ടില്ല. ഞാനിപ്പോൾ അതിലേക്കല്ല കടക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തി തീർത്ത് മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു 60 ലക്ഷം രൂപ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു മെമ്പർഷിപ്പ്, ഒരു മെമ്പറുടെ സ്ഥാനം വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഇത്തരം ചർച്ചകളിലൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 78-ലെ DYFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്നെ ആ പാർട്ടിയിലേക്ക് ആകർഷിച്ച ഘടകം എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരിൽ ഒരാളെ കുറിച്ചിട്ടും ഒരു വാക്കുപോലും ഒരു അഴിമതി ആരോപണത്തിന്റെ കറ പുരളുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് UDF-ലെയും കോൺഗ്രസിലെയും തലമുതിർന്നവരെ കുറിച്ച് എല്ലാം തന്നെ ഈ അഴിമതി ആരോപണത്തിന്റെ കഥ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ 17 വയസ്സിൽ എന്നിൽ ചെലുത്തിയ സ്വാധീനം കൊണ്ട് ഞാൻ പറയുന്നു. ഈ പ്രശ്നം പാർട്ടി അന്വേഷിച്ചാൽ പോരാ, പാർട്ടി പോലീസ് അന്വേഷിച്ചാൽ പോരാ, പാർട്ടി കോടതി തീർപ്പ് കൽപ്പിച്ചാൽ പോരാ. ഇത് അന്വേഷിച്ചിട്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസ് ഈ തെറ്റിന് കൂട്ടുനിന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ഇത് ചെയ്തവരെയും ഇങ്ങനെയൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നവരെയും തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു കാര്യവും പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ട അവസരമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അവിടെ റെജി ലൂക്കോസ്, PSC എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വാസ്യതയോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമാണ്. ആ PSC അംഗങ്ങളെ തീരുമാനിക്കുന്നത് പണം വാങ്ങിയാണ് എന്ന് വന്നാൽ അത് ഗുരുതരമായ വിശ്വാസ്യതാ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. CPM-ന്റെ അംഗങ്ങളെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നത്. CPM നോമിനേറ്റ് ചെയ്യുന്ന, CPM നാമനിർദ്ദേശം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങളെ. മറ്റുള്ളത് ഘടകകക്ഷികൾക്കുമാണ്. എല്ലാ ഘടകകക്ഷികൾക്കും അവരുടെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാലോ. ഇപ്പോൾ JDS-ന്റെ കുറേ കാലമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആരാണ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് എന്നുള്ളത്. ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതിൽ പല ആരോപണങ്ങളുണ്ട് താനും. അപ്പോൾ പണം വാങ്ങി PSCയിലേക്ക് ആളെ വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ, നമ്മുടെ ഈ പബ്ലിക് സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റിനെ തന്നെ, അതിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന അതിഗുരുതരമായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ പാർട്ടി നടത്തുന്നത് പോലെ സർക്കാർ നടത്തണ്ടേ? അതിനൊരു മറുപടി ഉണ്ട്. അതായത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും സുതാര്യമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന PSC കേരളത്തിൽ എന്താണെന്നുള്ളൊരു ഇത് ഞങ്ങളാരും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ UPSCയുടെ സൈറ്റിൽ കയറി കാണാൻ പറ്റും. കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ PSCയെ പോലും ഇത്രയ്ക്കും നമ്മുടെ കുട്ടികളുടെ ഭാവിയെ അവർ ജോലിയുടെ കാര്യത്തിലൊക്കെ അവർ നിർണ്ണയിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചൊക്കെ ഇതുപോലത്തെ നുണകൾ പറഞ്ഞിറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, 2005-ന് ശേഷം 1 രൂപ പോലും അവരുടെ ഈ PSC അംഗങ്ങളുടെ വേതനത്തിൽ ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. PSC അംഗങ്ങൾ സ്വന്തമായിട്ട് കാറ് പോലും, പിന്നെ അവർ കാർ എടുക്കുകയാണെന്ന് തന്നെ വാടക കൊടുക്കുക, സ്വാഭാവികമല്ലേ? ഇനി അതിലുപരിയായിട്ട്
സാറേ 2 ശമ്പളമൊക്കെ ഈ ലക്ഷത്തി കാലാനുസൃതമായിട്ട് അവർക്ക് വാങ്ങിക്കും, വർദ്ധിപ്പിക്കണോ? അതിലൊന്നും ഒരു തർക്കമില്ല. ഇവിടെ ശമ്പളത്തിന്റെ കാര്യം പറയണതുകൊണ്ട് ഇവിടെ പലതും പറയണം. നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. കാളവണ്ടി യൂത്തിലേക്ക് ശമ്പളം കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് PSC അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യേണ്ടതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവാണ്. ഇനി ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു അധാർമികതയോടെ പറയാം, അതിന് സമയം തരണം. ഇപ്പോൾ കോഴിക്കോട് ഒരു ഹോമിയോ ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ വാങ്ങിയെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ആ ഡോക്ടർ ദമ്പതിമാർ അവരെ ഇവിടുത്തെ കോഴിക്കോടുള്ള പല മാധ്യമങ്ങളും അവരിൽ നിന്നും ബൈറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അമർഷത്തോടെ പ്രതികരിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഡോക്ടർ ദമ്പതിമാർ ഈ സമൂഹത്തിൽ ഇപ്പോൾ എത്രയോ അവഹേളിക്കപ്പെട്ടിരിക്കുന്നു. അവർ PSC അംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹം അവരെ തിരിഞ്ഞു നോക്കിയല്ലേ. എത്ര മോശമായിട്ടാണ് ആ ദമ്പതികളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സർക്കാരിനോട് പാർട്ടിയോടുള്ള ശത്രുതയുടെ പേരിൽ ഇത്ര നിരപരാധികളെ, അവർ നിരപരാധികളാണെങ്കിൽ ഞാൻ അടിവരായിട്ട് പറയാം, ഈ ക്രൂശിക്കുന്നത് ശരിയാണ്? ഇതാണോ ഒരു മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്? ഇത്തരം വാർത്തകൾ ചടച്ചു വെക്കുന്നവര് ഇതുപോലത്തെ എത്ര മാധ്യമങ്ങൾ ഇതിൽ എന്ത് ചെയ്തു? 2 പേര് പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു, ആ പരാതി പുഷ് ചെയ്യാൻ പാർട്ടിയിൽ ആളുണ്ടാവുന്നു, സംസ്ഥാന തലത്തിലേക്ക് പരാതി പോകുന്നു, സംസ്ഥാന തലത്തിൽ നിന്ന് ആ പരാതി പരിശോധിക്കാൻ ജില്ലാ ഘടകത്തിന് അയക്കുന്നു, ജില്ലാ ഘടകം അത് പരിശോധിക്കുന്നു, 2 അംഗ കമ്മീഷനെ വയ്ക്കുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഇതൊക്കെ കഴിഞ്ഞല്ലേ മാധ്യമങ്ങൾ ഇത് അറിയുന്നത് പോലും. വഴിയെ പോകുന്ന മാധ്യമങ്ങളുടെ മേലെ ഇതെല്ലാം കൂടി വെക്കാതെ. അല്ല അഭിലാഷ്, അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് ഈ മാധ്യമങ്ങൾ, ഞാൻ എല്ലാ മാധ്യമങ്ങളെന്നും പറഞ്ഞില്ല, മാധ്യമങ്ങൾ ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി എന്നല്ലല്ലോ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഇതൊന്നും ഞങ്ങൾ ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കില്ല എന്നാണ്. അപ്പൊ സ്വന്തം പാർട്ടിയിലുള്ള കാര്യം ഞങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലാത്ത വാദമാണ് അങ്ങേക്ക്. മാധ്യമ സൃഷ്ടിയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ? അല്ലല്ലല്ല, അഭിലാഷ് വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങോട്ട് കയറി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കും. അത് അഭിലാഷ് മാധ്യമപ്രവർത്തനം അങ്ങനെ സാധാരണ ചെയ്യാറില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ വാർത്തകൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വാർത്ത പുറത്തുവിട്ട ഈ CPM ശത്രുത മൂത്ത മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? അത് മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു, 20 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു. ആ രീതിയിലാണ് വാർത്തകൾ വന്നത്. അതല്ലേ എൻ്റെ വാസ്തവത്തിൽ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അതല്ലേ? എന്തിനാണ് അങ്ങനെ വളച്ചൊടിക്കുന്നത്? വസ്തുതകൾ എന്താണെന്ന് തിരക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു മാധ്യമ വാർത്ത കൊടുക്കണ്ടേ? ഇതിപ്പം ബഹുമാനപ്പെട്ട മിടുമിടുക്കനായ ഒരു മന്ത്രിയെ, ഞാൻ അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറഞ്ഞു വെറുതെ ഒന്നുമില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ഇന്നലകളിൽ ഒരു കളങ്കോ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ, എന്താ പറയാ, മുഹമ്മദ് റിയാസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചത്, DYFI പ്രവർത്തിച്ചത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്, ഇതൊന്നും ഇവിടെ തർക്ക വിഷയമല്ല. റിയാസിന് മെറിറ്റില്ല എന്ന വാദമില്ല. ഇവിടെ ആകെയുള്ള പ്രശ്നം എന്താണ്? PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിച്ചിരിക്കുന്നു. ആ കോഴ വാങ്ങി PSC അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ റിയാസിന്റെ പേരും കൂടി പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം അന്വേഷണം ആവശ്യപ്പെടേണ്ടത് റിയാസാണ്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അതിനപ്പുറത്തൊന്നുമില്ല. അഭിലാഷ്, ഇതാണ് തെറ്റിദ്ധരിപ്പിക്കാറ്. മുഹമ്മദ് റിയാസ് ഇതിനകത്ത് കുറ്റവാളിയായിട്ട് ഇപ്പൊ ഏത് പരാതി കൊടുത്തവനാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കേൾപ്പിക്കാവോ? മുഹമ്മദ് റിയാസിന്റെ സഹയാത്രികനായ അല്ലെങ്കിൽ ആ പാർട്ടിയോടൊപ്പം, ഇതൊക്കെ കേട്ടാൽ ജനത്തിന് തിരിച്ചറിയത്തില്ല. എൻ്റെ അഭിലാഷ്, ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഈ തുടക്കത്തിലെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഇപ്പൊ ഇത് വളരെ കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് റിയാസിന്റെ പേര് വരച്ചൊഴിച്ച് ഏതെങ്കിലും നാട്ടുകാരാണോ? അപ്പോൾ PSC അംഗത്വം വാങ്ങിച്ചു കൊടുക്കാൻ ആർക്കാ പറ്റുക? റെജി ലൂക്കോസിന് പറ്റുമോ? MK ഹരിദാസിന് പറ്റുമോ? എനിക്ക് പറ്റുമോ? പറ്റില്ല. ആരാണ് തീരുമാനിക്കേണ്ടത്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രമുഖനായ ഒരാളുടെ പേര് പറഞ്ഞ് പൈസ വാങ്ങി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ കമ്മിറ്റിക്കും ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ അല്ലേ പരാതി ഉണ്ടാവേണ്ടത്? അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണവും പരിശോധനയും നടക്കുന്നുവെന്നാണ്. അപ്പോൾ അങ്ങനെ ഒന്നും അല്ല എന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ആരെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കാൻ പോകുന്നത്? അല്ല അഭിലാഷ്, എൻ്റെ ഒരു എളിയ ചോദ്യം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് വലിച്ചഴിച്ച് ഇവിടെ എത്രയോ പേര്, ഇപ്പോൾ ഹരിദാസ് സാർ പോലും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അഗ്നിശുദ്ധി വരുത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നില്ല, ഇനി ഇയാൾ പൈസ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഇയാളുടെ ബിനാമിയായിട്ട് അവൻ പൈസ വാങ്ങിച്ചോ? അതൊക്കെ എന്താ ലക്ഷ്യം? അത് CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് KM മാണി രാജിവെച്ചത് എന്തുകൊണ്ടായിരുന്നു? ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധിയിലെ ഒരു പരാമർശം കൊണ്ടായിരുന്നു. എന്തായിരുന്നു ആ പരാമർശം? സീസറിന്റെ ഭാര്യ പരിശുദ്ധയായാൽ മാത്രം പോരാ, പരിശുദ്ധയാണെന്ന് നാട്ടുകാർക്ക് ബോധ്യം കൂടി വരണമെന്ന്. എന്ന് പറഞ്ഞ പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാൾ റിയാസിന്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നില്ല റിയാസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരും അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, അതിനുള്ള തെളിവുമില്ല. ഇതാ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നു.
അന്വേഷിക്കുന്നു. അത് അന്വേഷിക്കപ്പെടണ്ടേ എന്നുള്ളതാണ് മൗലികമായ ചോദ്യം. പരാതി ഇല്ലാതാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. അല്ല തീർച്ചയായിട്ടും ആ ചോദ്യം ന്യായമാണത്. അതിന് മറുപടി എത്ര പ്രാവശ്യം പറഞ്ഞു, ഈ ചർച്ച പങ്കെടുത്ത പലരും പറഞ്ഞിട്ടുണ്ട്. അഭിലാഷേ, അത് അന്വേഷിക്കലാണ്. ഒരു പരാതി വന്നാൽ അതിൻ്റെ ശരിതെറ്റുകൾ എന്താണെന്ന് അവർ നോക്കാതെ അത് അന്വേഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അത് അഭിലാഷ് എന്നെക്കുറിച്ച് സംസ്ഥാന നേതാക്കളെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് താഴോട്ട് തരംതാഴ്ത്തിയുള്ള പാർട്ടിയാണിത്. അച്ചടക്ക നടപടിയെടുക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. എത്രയോ ഉദാഹരണങ്ങൾ പറയാം. ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള എത്രയോ സമുന്നത നേതാക്കന്മാരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ പാർട്ടി ഇല്ലാതായോ? അങ്ങനെയുള്ളൊരു ആർജവമുള്ളൊരു പാർട്ടിയെക്കുറിച്ച് വ്യക്തിഗത നടത്തിയ ഒരു വാർത്തകൾ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളാണെന്ന് പറയുന്നില്ല. വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തന്നെ മൗനവാദികളായിട്ടിരിക്കണോ? അപ്പൊ അഭിലാഷ് തന്നെ അറിയാത്തില്ല ഇതിനകത്തെ അധാർമികത എന്താണെന്ന് അറിയത്തില്ലേ? ഒരു കുടുംബത്തിനെ വലിച്ചടിച്ചിരിക്കുന്നു. ആ കുടുംബം ഇന്ന് എത്ര വേദനയിലാണ്. അവർ അതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്. എത്ര വളരെ സാങ്ക്ടിറ്റിയുള്ള, വിശുദ്ധിയുള്ള, വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനത്തിൽ അംഗങ്ങളെ നിയമിക്കുന്നത്, PSC പോലത്തെ ഒരു സ്ഥാപനത്തിൽ അംഗങ്ങളെ നിയമിക്കുന്നത് കാശ് വാങ്ങിയാണ് എന്നൊരു ആരോപണം വന്നാൽ, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നാൽ അതിന്റെ നെല്ലും പതിരും എന്താണെന്ന് പറയാൻ, അത് പൊതുസമൂഹത്തോട് വിശദീകരിക്കാനുള്ള ബാധ്യത ആരോപണം കേട്ടവർക്കും സർക്കാരിനും ഒക്കെയാണ്. അത് ചെയ്യണം. അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അത്രയേ ഉള്ളൂ ഇതിലെ പബ്ലിക് ഇൻട്രസ്റ്റ്. അല്ലാതെ കുടുംബത്തിന്റെ കണ്ണീരും കയ്യൊന്നും അല്ല ഇവിടുത്തെ ചർച്ച. അവസാനത്തെ നിമിഷങ്ങളാണ്. സുരേഷ് വളരെ ചുരുക്കി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പരാതിക്കാരനുണ്ടായിരുന്നെങ്കിൽ, ഒരു ആവലാതിക്കാരനുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് അന്വേഷണം ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം ഇപ്പോൾ BJP പോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ശ്രീ അഭിലാഷ്, ഇവിടെ ആവലാതിക്കാരനാകേണ്ടവർ ആളാരാ? ഇവിടെ സ്വന്തം പേരിന് ദോഷം വരുന്നു, സ്വന്തം മന്ത്രിസഭയ്ക്ക് കോട്ടം വരുന്നു, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പരിശുദ്ധിയെ അപമാനപ്പെടുത്തുന്നു, നശിപ്പിക്കുന്നു എന്നുള്ള ഒരു അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്നെക്കാളും ശ്രീ ഫക്രുദ്ദീനെക്കാളും അതോടൊപ്പം തന്നെ അഭിലാഷിനെക്കാളും അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം നേരിടുന്നത് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതോടൊപ്പം തന്നെ PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനവുമാണ്. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന റിയാസിനും ആണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണത്തിന്, അത് പാർട്ടി കമ്മിറ്റിയല്ല, പാർട്ടിയുടെ പരമ്പരാഗതമായിട്ടുള്ള കമ്മിറ്റിയല്ല ഇത് അന്വേഷിക്കേണ്ടത്. ഇത് നിയമപരമായിട്ട് CRPC പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം അന്വേഷിക്കാനുള്ള വ്യവസ്ഥ ചെയ്യണം. ഒന്ന്. രണ്ടാമത്, ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ റെജി ലൂക്കോസ് രണ്ടുപേരെയാണ് ഇപ്പോൾ നിരപരാധികളാക്കിയിരിക്കുന്നത്. ഒന്ന് മുഹമ്മദ് റിയാസിനെയും മറ്റൊന്ന് ആ ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളെയും അങ്ങ് നിരപരാധികളാക്കിയിരിക്കുക. ഇത് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ഇടപെടലാണ്. ഈ ഇടപെടലിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇനി അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരാനും പാടില്ല, മുഹമ്മദ് റിയാസ് അതിൽ പങ്കാളിയാണെങ്കിൽ രക്ഷപ്പെടുകയും വേണം. ഇത്തരത്തിലുള്ള ചില അടവ് നയങ്ങൾ ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ഇവിടെ ഇങ്ങനെ അലറി വിളിക്കുകയാണ്, മുഹമ്മദ് റിയാസിനെ പരിശുദ്ധാത്മാവായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇങ്ങനെ അലറി വിളിക്കുക. പക്ഷെ അങ്ങൊന്ന് മനസ്സിലാക്കണം, ഇത് പ്രഖ്യാപിക്കാൻ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അങ്ങനെ ഉള്ള ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത താങ്കൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ ചാനൽ ചർച്ചകളിൽ ഇത്തരത്തിൽ താങ്കൾ കാണിക്കുന്ന ആവേശത്തോടു കൂടി പ്രഖ്യാപിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ഒരു വക്താവിനെയും ഈ വിഷയം പ്രഖ്യാപിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഇത് കരിവന്നൂരിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയെ അടിമുടി ഉലയ്ക്കാൻ പോകുന്ന അടുത്ത വിഷയമായിട്ട് CPM-ന് ബോധ്യമായതുകൊണ്ടാണ് ഈ നാടിന് ബോധ്യമുണ്ട്. അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും കുംഭകോണങ്ങളുടെ ഒരു പരമ്പര കോടാനുകോടികളുടെ വന്നിട്ട് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ അതൊക്കെ സുപ്രീം കോടതിയിലാണ്. റെജി ലൂക്കോസ്, അങ്ങേക്ക് അറിയില്ലേ? വിദ്യാർത്ഥികളുടെ ഭാവിയെ തുറച്ചത് അതെല്ലാം സുപ്രീം കോടതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഹൈക്കോടതിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട്
ലോകവ്യാപകമായിട്ടുള്ള ഈ ഇന്ത്യയിലെ യുവതലമുറയെക്കുറിച്ചുള്ള വാർത്തകൾ നെഗറ്റീവായിട്ട് വരുമ്പോൾ ഈ കുംഭകോണത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ പോലും നിയമിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നില്ല. എന്തുകൊണ്ട് ഈ ആരോപണത്തിലെ മന്ത്രി തുടർച്ചയായിട്ട് മന്ത്രിയാണ് രാജിവെക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ചെറുപ്പക്കാരോട് മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് ഈ തട്ടിപ്പുകൾക്കെതിരെ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു? പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മൗനിഭാവങ്ങളായ നിങ്ങളുടെ നേതാക്കന്മാരെ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയാത്തത്? എന്റെ സുരേഷെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് യാതൊരു തെളിവില്ലാണ്ട് ഒരു പരാതി പോലുമില്ലാത്ത വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്? ഈ ചോദ്യം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാമല്ലേ? രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമല്ലേ ഇത്? ശരി, ഓക്കെ, നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ എന്താണ് തുടർ നടപടി എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുകയും ചെയ്യാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.